ടേസ്റ്റി ഡോട്ട്സിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇന്നൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയുക. പുതിയതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അടിപൊളി ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് കൂടുതൽ മസാലകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കൂടുതൽ ടൈം വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചിക്കനിലേക്ക് നല്ലപോലെ ആ ഒരു മസാലയൊക്കെ ഇറങ്ങി ചെല്ലും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തു പോവുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ആ റെഡ് കളർ ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ വേണം സെലക്ട് ചെയ്യാൻ. നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക്, നിങ്ങൾക്ക് എത്രത്തോളം ബിരിയാണിയിൽ എരിവാണോ അത്രത്തോളം നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു 15 നല്ല എരിവുള്ള മുളകാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു സവാള, ഞാനിപ്പോൾ ഏകദേശം 3/4 കിലോ ചിക്കൻ്റെ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി നല്ലപോലെ നമുക്കൊന്ന് അരച്ച് എടുക്കാം. അതിന് ശേഷം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 പീസ് ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് രണ്ടും സെയിം അളവ് തന്നെ എടുക്കാം. പിന്നെ അതുപോലെ മല്ലിയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മല്ലിയില കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അതുകൂടി നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്കിതെല്ലാം കൂടി ഒന്നിച്ച് പേസ്റ്റ് ആക്കണം, അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊക്കെ കൂടി ഒന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ കഴുകി വെച്ചതാണ്. നല്ലപോലെ ഡ്രൈ ആക്കണം, ഒട്ടും തന്നെ വെള്ളം പാടില്ല. അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കനെ നല്ലപോലെ ഒന്ന് വരവെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ മസാലയ്ക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തത്. നിങ്ങൾ പുളിയില്ലാത്ത ചേർക്കുന്നതെങ്കിൽ അതിൽ വിനീഗർ ചേർക്കണ്ട. അപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഞാൻ നേരത്തെ പറഞ്ഞു വേറെ കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയാണ്. ഈ ഒരു മസാല എന്ന് പറയുന്നത് ഞാൻ മുൻപേ കടായി ചിക്കനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം അതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒരു പൊട്ടറ്റോ ഞാൻ വലുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ, വൈറ്റ് വിനീഗറാണ് ചേർക്കുന്നത്. ഇതില്ലാത്തവർക്ക് ചെറുനാരങ്ങ വേണം, അത് ആഡ് ചെയ്യാം. അതില്ലെങ്കിൽ നിങ്ങൾ കേട് നല്ല പുളിയുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. കാരണം കൂടുതൽ പുളിരസം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നല്ല പുളിയുള്ള തൈര് എടുക്കുന്നെങ്കിൽ വിനീഗറിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ വിനീഗറോ ലെമൺ ജ്യൂസോ എന്തെങ്കിലും ഒന്ന് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടും കൂടി ചേർത്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ കൂടുതലായിട്ടും ആവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലപോലെ ഇതിലൊക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഞാനിതിപ്പോൾ ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. നിങ്ങൾ അതുപോലെ മാക്സിമം ടൈം വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ബിരിയാണി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 3 or 4 hours മിനിമം നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഈ ഒരു മസാലയ്ക്ക് ആക്കി വെക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് പോവാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ മിനിമം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം ആണ് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കേണ്ടത്. പിന്നെ അതുപോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലോണം സെറ്റായി കിട്ടും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പോട് കൂടി നിങ്ങൾ കുക്ക് ചെയ്യാൻ പാടില്ല. കുറച്ച് നേരം എടുത്ത് പുറത്ത് വെക്കണം, റൂം ടെമ്പറേച്ചറിൽ വെക്കണം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഒരു കടായി വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇതിലേക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 2 വലിയ ഓണിയൻ എടുത്തിട്ടുണ്ട്.
ഞാൻ പറഞ്ഞ പോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് നേർങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ വലിയ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, സവാള. അപ്പം നമുക്കിത് ഈ ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ വേറെ സോൾട്ടോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട. കാരണം നമ്മൾ ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മൂടി വെച്ച് വഴറ്റി ചെയ്താൽ പെട്ടെന്ന് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഞാൻ ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് അടിക്ക് പിടിക്കാതെ നമുക്ക് നല്ല രീതിക്ക് ഈ ഒരു മസാല തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒരു 5 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ഒന്നുകൂടി ഒരു 5 മിനിറ്റ്സ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഓനിയൻ നല്ലപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ പീസായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഗ്രേവി കംപ്ലീറ്റ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ. ഒട്ടും തന്നെ വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ക്ലോസ് ചെയ്തിട്ട് ആദ്യം ഒരു 10 മിനിറ്റ്സ് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യണം. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നല്ലപോലെ ചിക്കൻ അത് കുക്കായി കിട്ടും. പിന്നെ നമ്മൾ നല്ലൊരു എന്താ പറയുക ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഈ ഒരു ചിക്കൻ. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ഒന്ന് നല്ലപോലെ എല്ലാ ചിക്കൻ പീസസും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റും കൂടി ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ വാട്ടർ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് ഇതിലേക്ക് ഇത് കംപ്ലീറ്റ് പിടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അല്ല നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. കംപ്ലീറ്റ് വാട്ടറൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റൈസിന് വേണ്ടി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നിലിപ്പോൾ ഗീ ആഡ് ചെയ്തിട്ടില്ല. ഗീ ആഡ് ചെയ്യാൻ ഞാൻ ലാസ്റ്റ് റൈസ് കുക്കായി വരുന്ന ടൈമിലാണ്. നിങ്ങൾക്ക് മസാലക്കൊക്കെ ഗീ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഗാർണിഷിന് വേണ്ട ഓണിയനാണിത്. അപ്പോൾ നമുക്ക് ചൂടായ ഓയിലിനകത്തോട്ട് നമുക്ക് ഒരു സവാള, ഞാനൊരു വലിയ സവാള നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. നമുക്കിതൊന്ന് നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു കളർ ചേഞ്ച് വീണ്ടും ഉണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് നല്ല ബ്രൗൺ ആകാൻ നിൽക്കണ്ട. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി അതിലേക്ക് ഒരു 10 കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ കാഷ്യൂ നട്ടും അതുപോലെ ഉണക്ക മുന്തിരിയും നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. രണ്ടും ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഈ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ നമുക്ക് 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് ഒരു 2 പീസ് പട്ട, പിന്നെ 2 ഏലക്ക, പിന്നെ നമുക്ക് ഒരു 2-3 പീസ് ക്ലോവ്സ്, പിന്നെ ബിരിയാണിക്ക് വേണ്ടുന്ന അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്യണം. റൈസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയിലേക്ക് നമ്മൾ ഇട്ടിരുന്നു. അതുപോലെ തന്നെ ആണ് റൈസിൻ്റെ പ്രിപ്പറേഷൻ, അതിൽ വ്യത്യാസമൊന്നുമില്ല.
നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് നല്ല കംപ്ലീറ്റ് വാട്ടർ ഇല്ലാതെ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്യാം. അതിന് ശേഷം നമ്മൾ നല്ല ചൂടുള്ള വെള്ളം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 ഗ്ലാസ് റൈസാണ് എടുത്തത്. ആ എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ ഞാൻ 3.25 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ റൈസ് കുക്ക് ചെയ്യാറ്. അത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊരു നല്ല ചൂടാക്കി വെച്ചിരിക്കുന്ന 3.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റൈസിൽ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പിയിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് എന്തായാലും ചേർക്കണം നിങ്ങൾ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ റൈസ് ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ ആപ്പിൾ ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നമുക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നല്ല ചൂടാക്കി വെച്ചിരിക്കുന്ന ഹോട്ട് വാട്ടർ നമുക്ക് ഈ റൈസിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇത് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വാട്ടർ കംപ്ലീറ്റ് ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് വാട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചെടുക്കുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചൊന്ന് വാട്ടർ ഒന്ന് ഡ്രൈ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു ഗീ ഒഴിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് ഗീ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ്സ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മളെ ചോറ് റെഡിയാവും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ. റൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റൈസ് ഇവിടെ ഒരു 5 മിനിറ്റ്സും കൂടി കുക്കായാൽ ഏകദേശം റെഡിയാവും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത് സൗണ്ട് ആക്കല്ലേ, എടുത്തോ, സൗണ്ട് ആക്കല്ല. ഇപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊന്ന് ദമ്മിട്ടെടുക്കാം റൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടി ഒരു വലിയ പാത്രം വെക്കാം നമുക്ക് ആദ്യം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മസാല ആദ്യം ഇട്ട് കൊടുക്കുക. അടിയിലായിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല. ഇത് കംപ്ലീറ്റ് ദം ഇട്ടതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഇത് മസാല കംപ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റൈസ് 2 സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറേ റൈസൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. കുറേ റൈസൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങളൊരു 3 സ്റ്റെപ്പൊക്കെ ആയിട്ട് ആഡ് ചെയ്യണം. അപ്പം നമുക്കിതൊന്ന് കറക്റ്റ് ലെവലാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു ലെയർ റൈസ് നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പും അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഒരല്പം ഫുഡ് കളർ ആഡ് ചെയ്യാം. ഫുഡ് കളർ ആവശ്യമുണ്ട് മാത്രം ആഡ് ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ മിൽക്കിലോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരിലോ എന്തിലെങ്കിലും നിങ്ങൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ 2 മിക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫുഡ് കളറും മഞ്ഞൾപ്പൊടിയും. ഓവർ ഫുഡ് കളർ അത്ര നല്ലതല്ല. അപ്പോൾ ഇതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഫുഡ് കളറ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇതുപോലെ ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല ആവശ്യമാണെങ്കിൽ ഒരല്പം ചേർക്കാം, വേണമെന്നില്ല. ഞാൻ ഇവിടെ ഒരല്പം ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി ഒരു ലെയറും കൂടി നമുക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് ഒന്ന് നമുക്ക് ദമ്മിട്ടെടുക്കാം, ഒന്ന് ചൂടാക്കി എടുക്കാം. മിനിറ്റ്സ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് അതിൻ്റെ ചൂട് പോയതിന് ശേഷം ഓപ്പൺ ആക്കുക.
നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരേക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.